ഹായ് ഓൾ, ഈ വീഡിയോ വളരെ ക്വിക്കായിരിക്കും. അതുപോലെ നിങ്ങളും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് കുരുക്ക്. മലയാളത്തിൽ കുറേ നാളുകൾക്ക് ശേഷം ഇറങ്ങിയ മികച്ച ഒരു ത്രില്ലർ ചിത്രം. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ ചിന്തിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്ത മനോഹരമായ ഒരു ചിത്രമാണെന്ന് ഉറപ്പായും പറയാൻ കഴിയും. പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയാൽ ഒരു നഷ്ടവുമില്ലാതെ ഇറങ്ങി വരാൻ കഴിയുമെന്ന് 100% ഞാൻ ഉറപ്പു പറയുന്നു. ആകെയുള്ള കുറവ് ഇതിൽ മുൻനിര താരങ്ങൾ ഇല്ലാത്തൊരു സിനിമയാണെന്നുള്ളത് മാത്രമാണ്. സ്ക്രീൻ പ്ലേ ആയാലും ഡയറക്ഷൻ ആയാലും ക്യാമറ ആയാലും മ്യൂസിക് ആയാലും ഒന്നിനൊന്ന് മികച്ചതാണ്. താരതമ്യേന പുതുമുഖ താരങ്ങളാണെങ്കിലും എല്ലാവരും മികച്ച രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ആദ്യമായി അഭിനയിച്ചവരാണെന്ന് ഒരിക്കലും പറയില്ല. ഗംഭീരമാണ് സിനിമ, ഉറപ്പായും നിങ്ങൾക്കിഷ്ടപ്പെടും. തിരുവനന്തപുരത്ത് നടന്ന ഇരട്ട കൊലപാതകമാണ് ഇതിവൃത്തം. വളരെ ഗംഭീര രീതിയിലാണ് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും. കണ്ടിറങ്ങുമ്പോൾ എടാ മോനെ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ. ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ സ്റ്റോറിയെക്കുറിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സിറ്റി സർക്കിളിൽ നടന്ന 4 കൊലപാതകം, അതിനെ തപ്പിയിറങ്ങുന്ന CI സാജൻ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് അനിൽ ആന്റോ അവതരിപ്പിക്കുന്നത്. ഒന്നും പറയാനില്ല, കിടുസാധനം. ഇന്റർവെൽ പഞ്ചെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഒരൊന്നൊന്നര സാധനം. ഒരിക്കൽ പോലും ആരാണ് കൊലപാതകി എന്ന ഹിന്റ് നൽകാതെ സിനിമ മുന്നോട്ടു പോകുന്നു. സ്നേഹ മരിച്ച് അരമണിക്കൂർ വ്യത്യാസത്തിൽ റൂബിൻ കൊല്ലപ്പെടുന്നു. എന്നാൽ സ്നേഹയെ കൊന്നത് താനാണെന്ന് സമ്മതിച്ച് അയൽവാസിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എത്തുന്നു. എന്നാൽ റോബിനെ കൊന്നത് ആരാണെന്ന് അവസാനം വരെയും ഒരു സൂചനയും നൽകിയിട്ടില്ല സംവിധായകൻ. ഇതെല്ലാം ഞാൻ കണ്ട എൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും പറയുന്നതാണ്. ഒരു കുഞ്ഞു പടം എന്ന് കരുതി OTT കാണാനിരിക്കാതെ തിയേറ്ററിൽ പോയി ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു പടം. 2 PROമാരുടെ പേരെഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങിയിട്ട് എത്ര പേരുടെ അടുത്തേക്ക് എത്തി എന്ന് ഒരു ഉറപ്പുമില്ല. ഓൺലൈനിൽ കുരുക്കിനെ കുറിച്ച് ഒരു പരാമർശവും കണ്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിചാരിച്ചാൽ ഈ പടം കുറേ ആളുകളുടെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ കഴിയും. അതിന് ശ്രമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ മനോഹരമായ ചിത്രം നിങ്ങൾ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണണം. നന്ദി, നമസ്കാരം.